മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രൊജക്ടുകളിൽ ഒന്നാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന വലതുവശത്തെ കള്ളൻ. ആഗോളതലത്തിൽ തരംഗമായ ദൃശ്യം സീരീസിന് ശേഷം ജിത്തു ജോസഫ് കൈവയ്ക്കുന്ന ഓരോ സിനിമയും വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രത്യേകിച്ചും ദൃശ്യം 3 എന്ന വമ്പൻ പ്രൊജക്ടിന് മുൻപായി ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ബാബുരാജ് നായകനായ കൂദാശ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ ഡിനു തോമസ് ആണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സിനിമ എന്ന സ്വപ്നത്തിലേക്ക് നടന്നു കയറുന്ന ഏതൊരു എഴുത്തുകാരനെ പോലെ ഡിനു തോമസിനും ഈ ചിത്രം ഒരു നീണ്ട കാത്തിരിപ്പിന്റെ ഫലമാണ്. വലതുവശത്തെ കള്ളൻ എന്ന കഥയുടെ മൂലരൂപം ഏകദേശം 10-11 വർഷങ്ങളായി ഡിനുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. തന്റെ ആദ്യ സിനിമയായ കൂദാശ ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിച്ചില്ലെങ്കിലും പിന്നീട് OTT പ്ലാറ്റ്ഫോമുകളിൽ എത്തിയപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഈ ആത്മവിശ്വാസമാണ് പുതിയൊരു തിരക്കഥയുമായി മുന്നോട്ട് പോകാൻ ഡിനുവിനെ പ്രേരിപ്പിച്ചത്. പ്രൊഡക്ഷൻ കൺട്രോളർ ഷാംബൂർ വഴി നിർമ്മാതാവ് ഷാജി നടേശനിലേക്ക് കഥയെത്തിയതാണ് ഈ സിനിമയുടെ നിർണായക വഴിത്തിരിവ്. കഥ കേട്ടപ്പോൾ തന്നെ താല്പര്യം പ്രകടിപ്പിച്ച ഷാജി നടേശൻ വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഡിനുവിനെ കൊണ്ട് തിരക്കഥ പൂർത്തിയാക്കിച്ചു. ഒരു തുടക്കക്കാരനായി തിരക്കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം ജിത്തു ജോസഫിനെ പോലൊരു സംവിധായകൻ തന്റെ കഥ സ്വീകരിക്കുക എന്നത് വലിയൊരു അംഗീകാരമാണ്. കൂദാശ എന്ന ചിത്രം കണ്ട് മുൻപേ ഡിനുവിനെ പ്രശംസിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ജിത്തു ജോസഫ്. അതുകൊണ്ട് തന്നെ നിർമ്മാതാവ് ഷാജി നടേശൻ ജിത്തു ജോസഫിന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ ഡിനുവിന് വലിയ ആവേശം തോന്നി. തിരക്കഥ കേൾക്കാൻ ജിത്തു ജോസഫ് തന്റെ കുടുംബത്തോടൊപ്പം സമയം കണ്ടെത്തി എന്നതും ശ്രദ്ധേയമാണ്. കഥ വിവരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ പോസിറ്റീവ് മറുപടിയാണ് പ്രോജക്റ്റിനെ വലിയൊരു ക്യാൻവാസിലേക്ക് മാറ്റിയത്. വലതുവശത്തെ കള്ളൻ എന്ന ശീർഷകം തന്നെ മാറ്റമില്ലാതെ അദ്ദേഹം നിലനിർത്തുകയാണ്. മലയാള സിനിമയിലെ മുൻനിര നായകന്മാരായ ബിജു മേനോനും ജോജു ജോർജും ആദ്യമായി ജിത്തു ജോസഫിന്റെ കീഴിൽ ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിലുണ്ട്. വൈവിധ്യമാർന്ന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇരുവരും കാണിക്കുന്ന മികവ് ചിത്രത്തിന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നു. തങ്ങളുടെ കഥാപാത്രങ്ങളുടെ ആഴം മനസ്സിലാക്കി അതിനോട് 100% നീതി പുലർത്താൻ ഇവർക്ക് സാധിച്ചുവെന്ന് തിരക്കഥാകൃത്ത് വ്യക്തമാക്കുന്നു. റിയലിസ്റ്റിക്കായ അഭിനയ ശൈലിയും ജിത്തു ജോസഫിന്റെ ഗിഫ്റ്റിംഗ് മേക്കിംഗും ചേരുമ്പോൾ ഒരു മികച്ച സിനിമാനുഭവമാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ആദ്യ ചിത്രം തിയേറ്ററിൽ വിജയിക്കാത്തതിന്റെ സമ്മർദ്ദം ഏതൊരു സംവിധായകനെയും അലട്ടുന്ന ഒന്നാണ്. ഡിനുവിനെ സംബന്ധിച്ചിടത്തോളം വലതുവശത്തെ കള്ളൻ ഒരു തിരിച്ചുവരവിന്റെ പ്ലാറ്റ്ഫോം കൂടിയാണ്. തിരക്കഥ പൂർത്തിയാക്കി കഴിഞ്ഞും കോവിഡ് പ്രതിസന്ധികൾ കാരണം വർഷങ്ങളോളം സിനിമയുടെ ചിത്രീകരണം നീണ്ടുപോയി. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മലയാളത്തിലെ ഏറ്റവും വലിയൊരു ബ്രാൻഡായ ജിത്തു ജോസഫിനൊപ്പം ഈ സിനിമ പുറത്തിറങ്ങുന്നു എന്നത് വലിയൊരു ഭാഗ്യമായാണ് അദ്ദേഹം കാണുന്നത്. ജിത്തു ജോസഫിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാകാൻ പോകുന്ന ദൃശ്യം 3ലേക്ക് പോകുന്നതിന് മുൻപുള്ള ഒരു നിർണായക ചിത്രമായിരിക്കും ഇത്. നേരെന്ന ചിത്രത്തിന്റെ വലിയ വിജയത്തിന് ശേഷം ജിത്തു ജോസഫ് വീണ്ടും ഒരു ത്രില്ലറോ അല്ലെങ്കിൽ ശക്തമായ ഒരു കുടുംബ ഡ്രാമയോ ആണോ ഒരുക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് സിനിമാ ലോകം. ലളിതമായ രീതിയിൽ കഥ പറയുന്ന ജിത്തു ജോസഫിന്റെ ശൈലിയും ഡിനു തോമസിന്റെ പുതുമയുള്ള തിരക്കഥയും ചേരുമ്പോൾ വലതുവശത്തെ കള്ളൻ 2026 ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളിൽ ഒന്നായി മാറും. ബിജു മേനോന്റെയും ജോജു ജോർജിന്റെ പ്രകടനങ്ങൾ കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്.